ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവശാസ്ത്രം എന്ന വിഷയത്തിൻ്റെ 9ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഏവർക്കും കർത്താവായ യേശു നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന്, സഹായ സഹകരണത്തിന്, പ്രാർത്ഥനയുടെ പിൻബലത്തിനായി ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് കഴിഞ്ഞ സെക്ഷനിലൊക്കെ ദൈവത്തിനെ വിശേഷിപ്പിക്കുന്ന ചില പദങ്ങളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ ദൈവമില്ല എന്ന് പറയുന്നവർക്ക് ദൈവം തൻ്റെ പ്രവൃത്തികളിലൂടെയും ഈ പ്രപഞ്ചത്തിലൂടെയൊക്കെ സൃഷ്ടാവുണ്ട് എന്ന് ബോധ്യമായ ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനിടയായിത്തീർന്നു. നാം ഈ സെക്ഷനിലും തുടങ്ങുന്നത് ദൈവത്തിൻ്റെ വചനവും ഈ പ്രപഞ്ചവും ദൈവമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നു എന്നുള്ളതായ ഒരു ചിന്തയോട് കൂടിയാണ്. കഴിഞ്ഞ സെഷൻ നമ്മൾ ചിന്തിച്ചതുപോലെ ഈ പ്രപഞ്ചത്തിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു. അവിടെ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമൊന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരവരുടെ നികൃഷ്ടബുദ്ധിയിൽ കടന്നുപോയി, അവർ വേഗമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി നമുക്ക് കഴിഞ്ഞ സെഷൻ ചിന്തിപ്പണിയായിരുന്നു. മനുഷ്യൻ്റെ മനസാക്ഷിയിൽ തന്നെ ഈ കാണുന്ന സകലത്തെയും സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നുള്ളൊരു ബോധ്യം അനേകരിലുണ്ട്. അതേസമയം ആ സൃഷ്ടാവിനെ തിരിച്ചറിയുകയോ അവനെ ആ നിലകളിൽ ബഹുമാനിക്കുകയോ അവനെ അനുസരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനുഷ്യൻ്റെ പരാജയം. അതുപോലെ തന്നെ മനുഷ്യനെ ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവും വളരെ വ്യക്തമായിട്ട് ഒരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവിനെ ഭയപ്പെട്ട് ജീവിക്കണം എന്നുള്ളതായ സന്ദേശം വചനം നൽകുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യ വചനം തന്നെ ദൈവത്തിൻ്റെ ആസ്തിക്യത്തെ വിവരിക്കാതെ ഒരു സൃഷ്ടാവ് കാണുന്നതെല്ലാം ഉണ്ട് എന്ന് ബോധ്യമാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്, അല്ലേ? ഒരു പുസ്തകത്തിൻ്റെ ആദ്യം തുടങ്ങുന്ന സമയത്ത് സൃഷ്ടാവിനെ പറഞ്ഞതിന് മുമ്പായിട്ട് അതിലത്തെ പ്രധാന വ്യക്തിയെ തൻ്റെ ആസ്തികത്തെ ഒന്നും വിവരിക്കാനായിട്ട് നിൽക്കാതെ ഈ കാണുന്ന സകല ചരാചരത്തിനും സൃഷ്ടാവുണ്ട് എന്നുള്ളതായ ഒരു ചിന്തയാണ് വേദപുസ്തകത്തിലെ ആദ്യത്തെ വാക്യത്തിൽ കാണുന്നത്. അതും പറഞ്ഞ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ഈ കാണുന്ന സകല ചരാചരത്തിനെയും സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളതായ ഒരു വിസ്തീർണത്തോടു കൂടിയാണ് ദൈവത്തിൻ്റെ വചനം ആരംഭിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്ന ആളുകളുണ്ട്, വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ കുറച്ച് കാര്യങ്ങൾ വിശ്വസിക്കുകയും കുറച്ച് കാര്യം തള്ളിക്കളയുന്ന ആളുകളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം അത് ദൈവശ്വാസീയമാണെന്നും ആ ദൈവത്തിൻ്റെ മനുഷ്യനെ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാക്കുവാൻ വേണ്ടിയുള്ളതായ ഉപദേശങ്ങളാണെന്നും അത് ഗുണീകരണത്തിനും ശാസനയ്ക്കും നീതിയിലെ അഭ്യാസനത്തിനും ഉതകുന്നതാണെന്നും മനസ്സിലാക്കിയിട്ടുള്ള ഭക്തന്മാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവനെ വിശ്വസിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ ആസ്തിക്യത്തെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്, ദൈവത്തിൻ്റെ കരുതൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ദൈവിക പരിപാലനം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അല്ലേ? ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം അവർക്ക് ദൈവവചനത്തിലൂടെ കിട്ടുന്ന അറിവുകളാണ്. നാം ദൈവവചന പഠിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമുക്കും ഈ ദൈവവചനത്തിലൂടെ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ലഭിക്കുന്ന അവസരങ്ങളൊക്കെയും ദൈവവചനം പഠിക്കുവാനായിട്ടുള്ള സമയങ്ങൾ എനിക്കറിയാം. നിങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യം പോലെ വിദേശങ്ങളിൽ അത്ര വിശ്രമത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചെന്ന് വരികയില്ല. ഷിഫ്റ്റുകൾ മാറി മാറി വന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എങ്കിലും നിങ്ങളൊക്കെ ഇത് പഠിക്കാൻ കാണിക്കുന്ന ഉത്സാഹത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളിൽ പലരും ഇത് ഷെയർ ചെയ്യുന്നവർക്ക് നന്ദി പറയുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സും പുതിയ പുതിയ വ്യൂവേഴ്സും നമുക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏറിയ ബന്ധപ്പാടുണ്ടായിട്ടും ദൈവനം പഠിക്കാൻ കാണിക്കുന്ന ഉത്സാഹം
നിശ്ചയമായ ദൈവം നിങ്ങൾക്ക് തന്നെ പ്രതിഫലം തരുന്നുണ്ട്. ഈ ആയിത്തരും ഈ വചനം വായിക്കുന്നവൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ, വായിച്ച് കേൾക്കുന്നവൻ, ഇത് പ്രമാണിക്കുന്നവനെല്ലാം ഭാഗ്യവാന്മാരെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ ഒരു ഭാഗ്യത്തിൽ വരുവാനായ കർത്താവ് എളിയനായി എനിക്കൊരു അവസരം ഒരുക്കി കുറച്ച് കാര്യങ്ങളെങ്കിലും ദൈവത്തിൽ നിന്ന് ദിവസവും നിങ്ങളെ അറിയിക്കുവാനായിട്ട് ദൈവം എനിക്ക് വരുന്ന ആ ഭാഗ്യം ഉപയോഗിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് കേൾക്കുവാനായി നിങ്ങൾ കാണിക്കുന്ന സന്മനസ്സനായും ദൈവം നിങ്ങൾക്ക് തന്ന ആ ഭാഗ്യം ഉപയോഗിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവോന്നത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ചില അറിവുകൾ നമ്മൾ ചിന്തിക്കാം. നമ്മൾ റോമാലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം പഠിക്കുമ്പോൾ അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വരുന്നു. അപ്പോൾ ദൈവം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ളതായ ഒരു ബോധ്യം ഈ സൃഷ്ടികളിലൂടെ തന്നെ ദൈവം ഉൾപ്പെടുത്തുക. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ ഈ കാണുന്ന ചരാചരങ്ങളൊന്നും അല്ലെങ്കിൽ കാണുന്നതായ സെറ്റപ്പുകളൊന്നും സൗരയൂഥമാണെങ്കിലും സൂര്യനാണ്, ചന്ദ്രനാണെങ്കിലും മറ്റുള്ള സെറ്റപ്പുകളെല്ലാം തന്നെ ഒരു പൊട്ടിത്തെറിയിലുണ്ടായതല്ല, മറിച്ച് എന്താണ്, ഇതിന് പോലെ സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ് വളരെ ബുദ്ധിപൂർവം പരിജ്ഞാനത്തോടെ ക്രമീകരിച്ചതിൻ്റെ ഫലമാണ് ഇതെല്ലാം ഇങ്ങനെ നിലകൊള്ളുന്നത് അല്ലേ. സൂര്യൻ കുറച്ചും കൂടെ താണു വന്നായിരുന്നെങ്കിലോ നമ്മളെല്ലാം കരിഞ്ഞു പോകുമായിരുന്നു. സൂര്യൻ കുറേ കൂടെ ദൂരെയായിരുന്നെങ്കിലോ ഒരു പക്ഷേ ഇത് മഞ്ഞായിട്ട് നമ്മൾ തണുത്ത് പറഞ്ഞു പോകുമായിരുന്നു അല്ലേ. ഒരുപാട് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വലിയ താരാപഥ ശൃംഖല, അതിനൊക്കെ ഓരോന്നിനും ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക സഞ്ചാരപഥങ്ങളിലൂടെ സഞ്ചരിക്കാനായിട്ടുള്ള ഒരു ഭ്രമണപഥം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയാൽ വലിയ വലിയ അനർത്ഥങ്ങൾ സംഭവിക്കുമായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം അസംബിൾ ചെയ്തത് ഒരു സുപ്രഭാതത്തിൽ ചുമ്മാ ഒരു പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ ഒരു കഷ്ണം അവിടെ പോയി വീണു, ഒരു കഷ്ണം ഇവിടെ പോയി വീണു, അതൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്ന സംഭവമല്ല. പിന്നെന്താണ്, വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി ഓരോന്നിനെയും ഉറപ്പിക്കേണ്ട സ്ഥാനങ്ങളിൽ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് ചലിക്കേണ്ടതിനെ ചലിപ്പിച്ചുകൊണ്ട് ഒക്കെ ക്രമീകരിച്ചതിന് ഫലമായിട്ടാണ് നമ്മളിത് കാണുന്ന സെറ്റപ്പുള്ളത്. ഇതെല്ലാം ഒരു സൃഷ്ടിയാണെങ്കിൽ നിശ്ചയമായും ഒരു സൃഷ്ടാവുണ്ടെന്ന കാര്യം നാം മറന്നു പോകരുത്. അപ്പം ഇത് ദൈവം പ്രവർത്തികളോട് തന്നെ അവൻ്റെ നിത്യശക്തി കാണിക്കുന്നുണ്ട്, ദിവ്യത്വം വെളിപ്പെടുത്തുന്നുണ്ട്, ലോകസൃഷ്ടി മുതൽ എല്ലാം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ ആസ്തികത്തെയും പ്രകൃതിയെയും ഉറപ്പിച്ച് പറയുന്ന തെളിവാണ് അല്ലേ. ദൈവത്തിൻ്റെ ആസ്തികത്തെ എന്ത് ചെയ്യാണ്, പ്രകൃതി വിളിച്ചു പറയുകയാണ് ദൈവമുണ്ട് എന്നുള്ളതിനെ ഈ പ്രകൃതി മുഴുവൻ മൗനമായി സംസാരിക്കുകയാണ്. ദൈവമില്ലാന്ന് മോഡൻ പറയുമ്പോൾ ദൈവമുണ്ടെന്നുള്ളത് ഈ പ്രകൃതി മുഴുവൻ വിളിച്ചു പറയുകയാണ്. ഇനി നമുക്ക് മറ്റൊരു കാര്യം അറിയാം, ദൈവ സൃഷ്ടിയുടെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു സൃഷ്ടിപ്പാണ് മനുഷ്യൻ എന്നുള്ളത് അല്ലേ. നമ്മളിലേക്കൊന്ന് നോക്കിയാൽ മതി, നമ്മളെ എത്ര അതിശയകരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചതെന്ന് അറിയണമെങ്കിൽ. നമുക്ക് നമ്മുടെ തലയിൽ നിവർത്ത് പഠിച്ചു നോക്കി, ഈ തലയിലുള്ള മുടി വളരുന്നുണ്ട് അല്ലേ. അത് നമ്മൾ പുരുഷന്മാരാണെങ്കിൽ അത് വെട്ടി ഒതുക്കിയൊക്കെ കൊണ്ട് നടക്കും, സ്ത്രീകളാണെങ്കിൽ അത് നീട്ടി വളർത്തി അതിനെ പരിചരിച്ച കൊണ്ട് നടക്കും. എന്നാൽ ഈ മുഖത്തുള്ള പുരുകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ മുടി വളരുന്നത് പോലെ ദിവസവും ഈ പുരുകൊണ്ട് വളർന്നിരുന്നെങ്കിൽ കണ്ണ് കാണാനുള്ള പണിയെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ദൈവം അത് വളരെ വ്യക്തമായി പ്ലാനിങ്ങോട് കൂടി ഡിസൈൻ ചെയ്തിരിക്കുക. ഈ ചെവി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കാവുന്ന കണ്ടോ അല്ലേ,
ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒതുങ്ങി കിടക്കാവുന്ന ചെവിയാണ്. ഇതിൻ്റെ സ്ട്രോങ് ആയുള്ളൊരു എല്ലുകൊണ്ടാണ് നിർമ്മിച്ചതെങ്കിൽ നമുക്ക് ചെരിഞ്ഞെടുക്കാൻ പോലും പറ്റില്ലായിരുന്നു. അപ്പോൾ ദൈവം അതും വളരെ നന്നായി ഡിസൈൻ ചെയ്തു. നീ താടിയിൽ നോക്കി, ഇത് ഉറപ്പുള്ളൊരവസ്ഥയാണ്. അതേസമയം ചലിപ്പിക്കുകയും ചെയ്യാം. ചലിപ്പിക്കാൻ പറ്റില്ലെങ്കിലോ ഭക്ഷണം കഴിക്കുന്ന കാര്യം ആലോചിച്ചെങ്കിൽ, സംസാരിക്കുന്ന കാര്യം ആലോചിച്ചെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. ഇനി മൂക്ക് നമുക്കറിയാം, ഈ 2 ദ്വാരം മുകളിലേക്കായിരുന്നെങ്കിലോ. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ വളരെ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ബുദ്ധിപൂർവമായി നമ്മെ സൃഷ്ടിച്ചു. ഇതൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്യാനായിട്ട് ജ്ഞാനിയായ ഒരുവിനെ കഴിയത്തുള്ളൂ. ഈ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളല്ല, ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒരു കമ്പ്യൂട്ടർ കൊണ്ട് ചെയ്യിക്കാനായിട്ട് നോക്കിയാൽ അത് ആ ഒരു കമ്പ്യൂട്ടറിനെ സൂക്ഷിക്കാനായിട്ട് ഒരുപാട് സ്ഥലം വേണ്ടി വരും എന്നൊക്കെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നമ്മുടെ കണ്ണ് കാണുന്ന പോലെയൊക്കെ കണ്ണിൻ്റെ പ്രവർത്തനം ശരിക്കും ഒരു കമ്പ്യൂട്ടറിൽ പകർത്തണമെങ്കിൽ ഏകദേശം 1.5 ലക്ഷത്തോളം ടെലിവിഷൻ വെച്ച് ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചാലാണ് ഈ കണ്ണിൻ്റെ പ്രവർത്തനം മാത്രം ഒന്ന് ക്രോഡീകരിക്കാൻ കഴിയുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ സംഗീതകാരൻ പറയില്ല, എന്നെ അതിശയമായി നിർമ്മിച്ചിരിക്കുകയാണ്. ദൈവം നമ്മെ അതിശയകരമായിട്ട് നിർമ്മിച്ചിരിക്കുക. നമ്മുടെ പരിപാലനം അപ്രകാരം തന്നെയാണ്, അല്ലേ? അതെല്ലാം ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. നമ്മളെ ഒന്ന് പോയി കണ്ട്, നമ്മളെ നോക്കി കണ്ടിട്ട്, കവി നീ എന്നെ അതിശയകരമായി സൃഷ്ടിച്ചതിനാൽ നമുക്ക് നന്ദിയോടെ സ്തോത്രം എന്ന് പറയുവാനായിട്ട് പറയണം. നമുക്ക് ഈ കാലാവസ്ഥ അങ്ങനെ തന്നെയല്ലേ? കാലാവസ്ഥയും ദൈവം ഉണ്ടെന്ന് തെളിയിക്കുന്നത്. ദിവസം മാറി മാറി വരുന്നതുകൊണ്ടാണല്ലോ നമുക്കിവിടെ കൃഷി ചെയ്യാനൊക്കെ കഴിയുന്നത്, അല്ലേ? എല്ലാ ദിവസവും മഴയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ ദിവസവും വെയിലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ വഴിയില്ലായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 14:17 കാണുന്നതന്നെയല്ലേ? എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നിങ്ങൾക്ക് നൽകി നിങ്ങളെ തൃപ്തിരാക്കി പോകുന്നതിനാൽ അതിനെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. ദൈവത്തിൻ്റെ പ്രവർത്തികളിലൂടെ, ദൈവിക പരിപാലനത്തിലൂടെ ദൈവം തന്നെക്കുറിച്ചുള്ള ബോധ്യം തരിക. ഇവിടെ വായിച്ചത് എങ്കിലും അവൻ നന്മ ചെയ്യുകയും, അപ്പോസ്തലപ്രവൃത്തി 14:17 അവൻ നന്മ ചെയ്ത ദൈവമാ. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ പലപ്പോഴൊക്കെ ദൈവത്തെ കുറ്റം പറയാറുണ്ട്. എന്നാലും ദൈവം നമുക്ക് നന്മയില്ലാതെ നന്മയൊന്നും ചെയ്തിട്ടില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി നന്മ മാത്രം ചെയ്യുന്ന ദൈവമാണ്. നന്മ ചെയ്യുന്നു. ദൈവിക നന്മകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ഇത് ശ്രദ്ധിക്കുകയാണ്. അടുത്തെന്താണ്? ആകാശത്തു നിന്ന് മഴയും നൽകുന്ന ദൈവമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെയിൽ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലൊക്കെ മഴ പെയ്യാതിരുന്നാൽ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആകുമ്പോഴത്തേക്കും മഴ പെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ് മാസമൊക്കെ വെള്ളത്തിനുള്ള ക്ഷാമം ചിലയിടങ്ങളിൽ ഭയങ്കര രൂക്ഷമാണ്. ചിലയിടങ്ങളിൽ മനുഷ്യൻ കിലോമീറ്ററുകൾ നടന്നു പോയിട്ടാണ് കുടിവെള്ളം ശേഖരിക്കുന്നത്. എന്നാൽ നമുക്ക് കേരളത്തിൽ തമ്പുരാൻ സഹായിച്ച നല്ലൊരു കാലാവസ്ഥയാണ്. കാലവർഷത്തിൻ്റെ ചില കെടുതികൾ ചില സ്ഥലങ്ങൾക്ക് ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ എങ്കിലും വലിയ പ്രശ്നമില്ലാത്ത ഒരു കാലാവസ്ഥ നമുക്കിവിടെയുണ്ട്. നമ്മുടെ ദൈവം ആകാശത്ത് മഴ തരുന്ന ദൈവമാണ്. മാത്രമല്ല
ഫലപുഷ്ടിയുള്ള കാലങ്ങളെ തരുന്ന ദൈവമാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ശൂന്യമാക്കപ്പെട്ടു എന്നും സീറോ ആയി എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണ്? അത് നമുക്ക് ഫലപുഷ്ടിയുള്ള അനുഭവങ്ങളെയും തരുന്ന ദൈവമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നോക്കിയാണ് നീ ഇന്ന് സീറോയാണെന്ന് പറയുന്നെങ്കിൽ എന്നും ആ വ്യാകുലകാലം അവിടെ ഉണ്ടായിരിക്കുകയില്ല. ആ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ എന്നും അവിടെ ഉണ്ടായിരിക്കുകയില്ല. അത് നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തരുന്ന ദൈവമാണ്. നമ്മുടെ എട്ടിനെ അഴിച്ച് സന്തോഷം കൊടുപ്പിക്കുന്ന ദൈവമാണ്. ദൈവപ്രവർത്തിക്കായിട്ട് ഞാൻ സ്തുതിക്കുക. എത്രയോ ശ്രേഷ്ഠകരമായിട്ടാണ് തന്നെ ജനത്തെ ദൈവം പരിപാലിക്കുന്നത്, സൂക്ഷിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ ക്ഷാമകാലം മാത്രമല്ല, ഫലപുഷ്ടിയുള്ള കാലങ്ങളിൽ നൽകുന്ന ദൈവമാണ്. വായിച്ചത് ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ ഏതെങ്കിലും നിലകളിലൊക്കെ ക്ഷീണാവസ്ഥയിലാണെങ്കിൽ, തകർച്ചയിലാണെങ്കിൽ, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ കടന്നുവെങ്കിൽ വിശ്വാസത്തോട് പ്രത്യാശയോടെ മുഴുവൻ കിടത്താൻ സഹായിക്കട്ടെ. നമുക്ക് ഫലഭൂഷമുള്ള കാലങ്ങൾ തരുന്നവനാണ്. നമ്മൾ യോവേൽ പ്രവചനം പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, വിട്ടികളെയും പച്ചപ്പുഴുവും തുള്ളനും നശിപ്പിച്ച കാലങ്ങൾക്ക് പകരമായി ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിയുടെ കാലം നൽകും. അല്ലേ? എത്ര ശ്രേഷ്ഠമായ വാഗ്ദത്തമാണ്. കഴിഞ്ഞ കാല ജീവിതത്തിലെ നഷ്ടങ്ങളെ ഓർത്ത് വിലപിക്കുന്നതിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സെക്ഷനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ട് എന്നെ ഓർത്ത് നീ വിലപിക്കേണ്ട ആവശ്യമില്ല. നഷ്ടപ്പെട്ട് മടക്കി തരുവാൻ കഴിയുന്ന ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്ത് സഹായിക്കാൻ കഴിയുന്ന ദൈവത്തെ നമ്മൾ സേവിക്കുന്നതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിക്കുക. ഒന്നിൻ്റെ അവസ്ഥകളെല്ലാം മാറ്റം വരുത്തേണ്ടതായിത്തീരും. വിശ്വസിക്കാം, നിൻ്റെ വിലാപത്തെ നൃത്തമാക്കി തരുവേണ്ടതായിത്തീരും. രട്ടിൻ്റെ അനുഭവങ്ങൾ, നിന്ദയുടെ അനുഭവങ്ങൾ, പരിഹാസത്തിൻ്റെ അനുഭവങ്ങൾ, ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾക്കെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ദിനങ്ങൾ തരുവാനായിട്ട് ഈ ദൈവത്തിന് കഴിയും. ഇതാവൻ അവിടെ വായിച്ചത്, എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും തരികയും ആഹാരവും തരുന്ന ദൈവമാണ്. ആഹാരം തരുന്നത് കരയുന്ന കാക്കക്കുഞ്ഞിനും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം. എന്തെങ്കിലും കൊടുക്കുന്ന ദൈവമല്ല, ഓരോന്നിൻ്റെ അവസ്ഥ മനസ്സിലാക്കി, സാഹചര്യങ്ങൾ മനസ്സിലാക്കി, അതതിനാവശ്യമായത് എന്തോ അത് നൽകുന്ന ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ഈ സന്ദേശം പറയുന്നത് എൻ്റെയും സന്ദേശങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെയും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുണ്ടാകാം, വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളുണ്ടാകാം. കേൾവിക്കാരായ നിങ്ങളിൽ പലരുടെയും വിഷയങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കാം, ആവശ്യങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കാം, പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കാം, സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. എന്നാൽ കർത്താവ് നിങ്ങളുടെ ഓരോരുത്തരെയും അവസ്ഥ മനസ്സിലാക്കി, നിങ്ങളുടെ ഓരോരുത്തരെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായത് എന്തോ അത് വിടുതലായാലും സൗഖ്യമായാലും ഏതൊരു നന്മയായാലും തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. കരയുന്ന കാക്കക്കുഞ്ഞിനും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുമെങ്കിലേ നീ ഭാരപ്പെടുന്നതിൻ്റെ വിഷയത്തിന്മേലും ഒരു വിടുതലുണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിലൂടെ നിനക്ക് ഒരു ദൂത് കൈമാറുകയാണ്. അടുത്തവൻ സന്തോഷം നൽകുന്ന ദൈവമാണ്. അല്ലോ, സന്തോഷം തരുന്ന ദൈവം. പലപ്പോഴും നമ്മൾ ദിവസം കടന്നിരുന്നത് ദുഃഖത്തോടെയും വേദനയോടെയും നിരാശയോടെ നമ്മൾ ദിവസം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ദൈവം ആരാണ്? നമുക്ക് സന്തോഷം നൽകുന്ന ദൈവം. കർത്താവ് പറഞ്ഞില്ല, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്ന പോലെയല്ല. എന്താ കാരണം? ലോകത്തിൻ്റെ സമാധാനവും സന്തോഷമൊക്കെ ക്ഷണികങ്ങളാണ്. കുറച്ച് കഴിയുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും. ആ ദൈവത്താൽ ലഭിക്കുന്നതായ സന്തോഷവും സമാധാനവും എന്നുള്ളത് അത് നശിച്ചു പോകാത്തതാണ്. അപ്പോൾ കർത്താവ് നിങ്ങൾക്ക് നന്മ ചെയ്യുന്നു, ഒപ്പം കാലാവസ്ഥയിലൂടെ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരുന്നു, ഫലഭൂഷ്ടിയുള്ള കാലങ്ങൾ തരുന്നു, ആഹാരം തരുന്നു, ഇപ്പോൾ പറഞ്ഞ് നമ്മൾ സന്തോഷം തരുന്നു. അപ്പോൾ ഇന്ന് നാം ഈ സന്ദേശം ചിന്തിക്കുമ്പോൾ, ശ്രദ്ധിക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം. എൻ്റെ ദൈവം എനിക്ക് സന്തോഷം നൽകും. ഒരു പക്ഷേ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട ഒരു അനുഭവത്തിലായിരിക്കാം നിങ്ങൾ ജീവിക്കുന്നത്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കഷ്ടങ്ങളൊക്കെ ആയിട്ട് വളരെ ഭാരതമായിരുന്ന വ്യക്തിയായിരിക്കാം.
ദൈവത്തിൻ്റെ പരിശുദ്ധ പറയുന്നത് എൻ്റെ കർത്താവ് നിനക്ക് സന്തോഷം നൽകുവാനിടയായിത്തീരും. യശയ്യാപ്രവചനം വായിക്കുമ്പോൾ 51 അധ്യായം 3 വാക്യം വായിക്കുമ്പോൾ അവൻ സകല ശൂന്യസ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ചിട്ട് അവിടെ ആനന്ദവും സന്തോഷവും നൽകും, അവിടെ സ്തോത്രസ്വരം കേൾപ്പാൻ ഇടവരുമെന്നുള്ളതായ സന്തോഷം കേൾക്കാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആനന്ദം തരുവാൻ കഴിയുന്ന, സന്തോഷം തരുവാൻ കഴിയുന്ന, നാം തൃപ്തരാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അവിടെ വായിച്ചതിന് സന്തോഷവും നിങ്ങൾക്ക് നൽകി നിങ്ങളെ തൃപ്തരാക്കി പോന്നതിനാൽ ഉണ്ടോ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്, നന്മയുടെ അനുഭവങ്ങൾ തന്നിട്ടുണ്ട്, ഉയർച്ചയുടെ അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെ കർത്താവ് നാം എന്ത് ചെയ്യാൻ നമ്മളെ ആ അനുഭവങ്ങളുടെ തൃപ്തരാക്കി പോരുന്ന ദൈവമാണ്. ചില നന്മകൾ നമുക്ക് അനുഭവിക്കാം, അതിൽ തൃപ്തി ഉണ്ടാകണമെങ്കിൽ അല്ലേ. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ എന്തെങ്കിലും കിട്ടിയാൽ വേണ്ട എന്ന് പറയുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ ഭക്ഷണത്തെ മാത്രമേ ഉള്ളൂ. ഭക്ഷണം നമ്മൾ കഴിച്ച് 1 പ്ലേറ്റോ 2 പ്ലേറ്റോ 3 പ്ലേറ്റോ ഒക്കെ കഴിക്കുന്ന ആളുകളെന്ന് വിചാരിക്കാം. അവൻ 1 പ്ലേറ്റ് കഴിച്ച് ചിലർ മതി, ഇനി എനിക്ക് ചോറ് വേണ്ട, ഇത് ചോറ് ഇരട്ടെ, വേണ്ട. 2 പ്ലേറ്റ് കഴിക്കണേ, 2 പ്ലേറ്റ് കഴിക്കുമ്പോൾ പറയും ഇനി ഇത്ര ഭക്ഷണം ഇരട്ടെ, വേണ്ട അല്ലേ. ഭക്ഷണം മാത്രം അങ്ങനെ മനുഷ്യൻ വേണ്ടെന്ന് പറയും. ബാക്കിയൊക്കെ എത്ര കിട്ടിയാലും പോരാൻ ചിന്തിക്കുന്ന മനുഷ്യരാണ്. വചനം പറയുന്നത് ദൈവം അവരെ തൃപ്തരാക്കുന്നു എന്നുള്ളതാണ്. തൃപ്തരാക്കുന്നു. ഇല്ലായ്മയുടെ നടുവിൽ പോലും തൃപ്തിയെ പ്രദാനം ചെയ്യുന്ന ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. രാജാക്കന്മാർ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ അവിടെ പ്രവാചക ശിഷ്യൻ്റെ അടുക്കിലേക്ക് കുറച്ച് യവത്തപ്പം കൊണ്ടിട്ട് ഒരാൾ പറയുന്നുണ്ട്, ഇത് എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ പറയുന്നുണ്ട്. അദ്ദേഹം ചോദ്യമാണ്, ഇത്രയും കുറച്ച് അപ്പം കൊണ്ട് ഇത്രയും അധികം ആളുകൾക്ക് എങ്ങനെ വിളമ്പും? അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ കൂടുതലായിട്ടുണ്ട്, ഇവൻ്റെ കയ്യിലുള്ള സോഴ്സ് വളരെ കുറവാണ്. അവിടെ അദ്ദേഹം ചോദിക്കുകയാണ്, എൻ്റെ ഈ ചെറിയ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ ഇത്ര വലിയ കാര്യങ്ങൾ തന്നെ ചെയ്യും. നിങ്ങൾ പലരും ചോദിക്കാറില്ലേ, എൻ്റെ ആവശ്യങ്ങൾ വളരെ വലുതാണ്, ഞാൻ ചെയ്യേണ്ട മിനിസ്ട്രി വളരെ വലിയതും ഉത്തരവാദിത്വമുള്ളതുമാണ്, എൻ്റെ സാഹചര്യങ്ങൾ വളരെ നിസ്സാരമാണ്, എന്നെക്കൂടെ ഇതെങ്ങനെ ചെയ്യാൻ കഴിയും ചോദിക്കുന്നില്ലേ? ചോദിക്കുന്നവരോടുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധമായ മറുപടി ഇതാണ്, നീ ആ ചെറിയ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് നിന്റെ മക്കളെ ഏൽപ്പിക്കപ്പെട്ട വലിയ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ചെറിയ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ദൈവം നിന്നെ അനുഗ്രഹിച്ച് അതിൻ്റെ നടുവിൽ വലിയ തൃപ്തി അനുഭവിക്കാൻ ദൈവം സഹായിക്കാനിടയായിത്തീരും. നീ മാത്രമല്ല തൃപ്തി പ്രാപിക്കുന്നത്, മറ്റനേകർ നിൻ്റെ പ്രവർത്തികളിലൂടെ ശുശ്രൂഷകളിലൂടെ തൃപ്തി പ്രാപിക്കാനിടയായിത്തീരും. ആ പ്രവാചക ശിഷ്യനോട് പ്രവാചകൻ പറയുന്നുണ്ട്, നീ അവർക്ക് വിളമ്പി കൊടുക്കുക, അവർ തിന്നുകയും തൃപ്തി പ്രാപിക്കുകയും മിച്ചം വരികയും ചെയ്യും. കണ്ടോ, കുറച്ച് എണ്ണം ഉള്ളൂ അപ്പം, കഴിക്കാനുള്ളവർ ഒരുപാട് പേരാണ്. എങ്ങനെ വിളമ്പി കൊടുക്കും ചോദ്യത്തിന് ഉത്തരം എന്നറിയാം. നീ എന്ത് ചെയ്യും? നീ അവർക്ക് വിളമ്പി കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യും? അവർ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കും. പോരാ, ഒരു ശേഷിപ്പുണ്ടാകും. ഇന്ന് ചെറിയ ചെറിയ സാഹചര്യങ്ങൾ നോക്കിക്കൊണ്ട് തങ്ങളുടെ മക്കളെ ഏൽപ്പിക്കേണ്ട വലിയ ഉത്തരവാദിത്തങ്ങൾ നോക്കിക്കൊണ്ട് എനിക്കിതിങ്ങനെ എങ്ങനെ ചെയ്യുവാൻ കഴിയും, എങ്ങനെ മുന്നോട്ട് പോകും, എനിക്കിത് കഴിയില്ല എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെടുന്നതിനോട് ദൈവത്തിൻ്റെ പരിശ്രമം പറയുക, നിൻ്റെ മക്കളെ ഏൽപ്പിക്കപ്പെട്ടതായ കാര്യങ്ങൾ ഈ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുമ്പോൾ നീ മാത്രമല്ല അനുഗ്രഹം പ്രാപിക്കുന്നത്, നീ മുഖാന്തരം മറ്റു പലരും അനുഗ്രഹം പ്രാപിക്കുകയും നിൻ്റെ കയ്യിൽ ഒരു ശേഷിപ്പ് ദൈവം ഒരുക്കുകയും ചെയ്യും. ഇന്ന് ആവശ്യത്തിനുള്ളത് പോലും ഇല്ലാതെ ചിന്തിച്ച് ഭാരപ്പെടുന്നെങ്കിൽ ഇതിന് പരിശുദ്ധമാവ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിൻ്റെ മക്കളുടെ ശേഷിപ്പ് തന്നെ മാനിപ്പാനായിട്ട് ദൈവത്തിന് പദ്ധതിയുണ്ട്. നിശ്ചയമായും ഇന്ന് ആവശ്യത്തിന് പോലും അറിയാതെ ഭാരതത്തോടെ കടവും കടത്തിൻ്റെ കൂടുമായി മാറിപ്പോന്നതിനോട് പറയുക, ആളുകളിൽ അതെല്ലാം മാറി അവസരക്കാലം കടത്ത ഭേദം വരുത്തി തൃപ്തി അനുഭവിക്കുന്ന അല്ല, ആ തൃപ്തിപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ അതിനൊരു ശേഷിപ്പ് കണ്ട് സന്തോഷിപ്പാനായി കർത്താവ് നിനക്ക് അവസരമൊരുക്കും. വിശ്വസിക്കുക, നമ്മുടെ ദൈവം അപ്രകാരം ജീവൻ ശക്തനായ ദൈവമാണ്. അങ്ങനെ ഈ പ്രവർത്തികളിലൂടെയൊക്കെ ദൈവം രീതിയാണ് തന്നെക്കുറിച്ചുള്ള സാക്ഷി നൽകുകയായിരുന്നു.
നന്മ കൊടുക്കുന്നതിലൂടെ, കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളിലൂടെ, ഫലഭൂഷ്ടമുള്ള കാലങ്ങളിൽ ലഭിക്കുന്നതിലൂടെ, ആഹാരവും സന്തോഷവും നൽകുന്നതിലൂടെ, നമ്മൾ തൃപ്തരാക്കുന്നതിലൂടെയൊക്കെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദൈവമുണ്ട് എന്നുള്ളതായ ഒരു സാക്ഷ്യം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദൈവമില്ല എന്ന് പറയാൻ കഴിയില്ല. സൃഷ്ടാവായ ദൈവമുണ്ട് എന്നുള്ളത് സൃഷ്ടിയ ദൈവം തൻ്റെ പ്രവർത്തികളിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കും പറയാൻ കഴിയും, നമുക്ക് സൃഷ്ടാവായ ദൈവമുണ്ട്, നമ്മൾ കരുതുന്നതിനുണ്ട്, പരിപാലിക്കുന്നതിനുണ്ട്. നമുക്കും പറയാൻ കഴിയും. തന്നെ പ്രവർത്തികളിലൂടെ, പരിപാലനത്തിലൂടെ കഴിഞ്ഞ ആളുകളിൽ വഴിയെടുത്തുകൊണ്ടിടയായി തീർന്നല്ലോ. നമ്മൾ സങ്കീർത്തനങ്ങൾ 19 സങ്കീർത്തനം 1-2 വചനങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഉണ്ടോ? പ്രകൃതിയിലൂടെ ദൈവം ജനത്തിന് ദൈവമുണ്ടെന്ന് വെളിവാക്കുന്നത് പോലെ സൃഷ്ടിപ്പുകളിലൂടെ കാണിച്ചു തരികയാണ്. ആകാശം എന്ത് ചെയ്യാണ്? ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ഇത് ശ്രേഷ്ഠമാണല്ലേ ഈ ആകാശം. നല്ല ചന്ദ്രനൊക്കെയുള്ള രാത്രിയിൽ ആകാശം നോക്കിയാൽ എന്തോരം നക്ഷത്രങ്ങളാണ് അല്ലേ, കാണുന്നത് രസമായിരിക്കും. ആ ആകാശ വിധാനം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സാമാന്യ ബോധമുള്ള ഒരാൾ മുകളിലേക്ക് നോക്കിയാലും ചുറ്റിലേക്ക് നോക്കിയാലും ആ കാണുന്നതെല്ലാം വിളിച്ചു വരുന്ന കാര്യമുണ്ട്, സൃഷ്ടാവായ ഒരു ദൈവം ഉണ്ട് എന്നുള്ളതാണ്. എന്നിട്ടും അത് മനസ്സിലാക്കാതെ ദൈവമില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഈ പ്രകൃതി ഇതാണ് സൃഷ്ടാവായ ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം, ആ ദൈവത്തെ ജീവിതത്തിൽ സമർപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും ആഹാരവും നൽകുന്ന ദൈവമാണ്. അങ്ങനെ തന്നെ പ്രവൃത്തികളിലൂടെ നമുക്കൊരു ഉടയനുണ്ടെന്നുള്ള ബോധ്യപ്പെടുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ സന്തോഷം തരുന്ന ദൈവത്തെ, അങ്ങനെ പരിപാലിക്കുന്ന ദൈവത്തെ പിന്നെയും സേവിച്ചുകൊണ്ട് ഏറെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സെക്ഷനിൽ ദൈവാത്മാവ് വിധങ്ങൾ സംസാരിക്കാനിടയായി തീർന്നല്ലോ. നമുക്കൊരു ഉടയനുണ്ട്, സൃഷ്ടാവുണ്ട്, ഒരു പരിപാലകനുണ്ട് എന്നുള്ളത് അവൻ പ്രവർത്തികൾ വെളിപ്പെടുത്തുകയും നമുക്ക് എന്നത് ഒന്നും കൂടെ ഉറപ്പിക്കുവാൻ കഴിഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഏതുമാകട്ടെ, നിരാശപ്പെടുന്ന വിഷയങ്ങൾ ഏതുമാകട്ടെ, ശൂന്യ സ്ഥലങ്ങൾ ഏതുമാകട്ടെ, ആ തലങ്ങൾക്കെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് നിറവും ഉയർച്ചയും സന്തോഷവും സമാധാനം നൽകുന്ന കർത്താവിലേക്ക് വിഷയങ്ങളിൽ പിടിച്ചെടുത്ത് ഒരുമിച്ച് പ്രാർത്ഥന. സ്വർഗീയ പിതാവേ തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. നീ അവൾ ഹൃദ്യമായി സംസാരിപ്പാനിടയായി തീർന്നല്ലോ. ഈ പഠിത ക്ലാസ്സെല്ലാം പരിമേൽപ്പിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന വിഷയങ്ങളെ സ്വർഗം അറിയുന്നല്ലോ, ഒരു ആവശ്യം കർത്താവ് അറിയുന്നല്ലോ. സന്ദർശിക്കട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണു നിറഞ്ഞ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. ചുണ്ടുകൾ വിതുമ്പിയ ആളുകളുണ്ട്, കണ്ണീരോടുകൂടി ഈ സന്ദേശം കേട്ട ആളുകളുണ്ട്. നീ അവരെ മനസ്സിലെയുമാറാകണമേ. ജീവിതത്തിൽ നീ ഒരു അത്ഭുതം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ നേരിടുന്ന ഓരോ വിഷയങ്ങളെ മേലും കർത്താവിൻ്റെ നന്മ കണ്ട് സന്തോഷിപ്പാനായിട്ട്, നിങ്ങളുടെ അനുഗ്രഹം അനുഭവിപ്പാനായിട്ട്, ആ സന്തോഷം അനുഭവിപ്പാനായിട്ട്, തൃപ്തി പ്രാപിപ്പാനായിട്ട് നീ അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്നവരെ കൃപയ്ക്കായി സ്തോത്രം. തുടർന്ന് ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയും സന്ദർശനങ്ങൾ പങ്കുവയ്ക്കുന്നവരെയും അതിനും പഠിക്കുന്നവരെയും പഠിക്കുന്നവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവമുണ്ട് മനസ്സിലാക്കി, ഒരു പരിപാലകനുണ്ടെന്ന് മനസ്സിലാക്കി, ഇതിനെ അനുഭവിപ്പാൻ, നിന്നെ സേവിപ്പാൻ, ആരാധിപ്പാനെല്ലാം കർത്താവ് കൃപ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. കടന്ന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ സന്ദർശനത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നും ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുകയും സന്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ നിലകളിലും ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ചു വരുവാൻ കർത്താവ് നിങ്ങളെ വ്യക്തിപരമായി കുടുംബപരമായിട്ടെല്ലാം സഹായിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയുടെ പിൻബലവും സഹായ സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാ
പ്രവർത്തികൾക്കുമായിട്ട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.